സോറി സർ, അത് കുട്ടികൾ ടി വി വെച്ച്. സർ സർ ഇത്രയും കാലം ഞാൻ സഹിച്ചു, ഇനി വയ്യ. ഈ ക്രിമിനൽസിന് മേലെ ആക്ഷൻ എടുക്കണം. അതിനുവേണ്ട തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ സാറിന്റെ പെർമിഷൻ എനിക്ക് വേണം. കാര്യം പ്രതികളിൽ ചിലർ എനിക്ക് മേലെയുള്ളവരാണ്. ഇല്ല സർ, ഫോണിൽ പറയുന്നില്ല, ഞാൻ നേരിൽ ഒന്ന് പറയാം. നാളെ കാലത്ത് തന്നെ പുറപ്പെടാം സർ. ശരി സർ, മുഴുവൻ രേഖകളും കൊണ്ടുവരാം. ഉറങ്ങിയില്ലേ? ആ, ഞാൻ എന്തോ ഓർത്തങ്ങനെ. ഈ നേരത്തെ എന്തോ ഓർക്കാൻ? നമ്മുടെ മക്കളെ പറ്റി. വേറെന്ത്? ഉറങ്ങിയട്ടെ, നാളെ പുലർച്ചയ്ക്ക് പോണ്ടേ? ടൂർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നമ്മുടെയൊക്കെ എല്ലാ രഹസ്യങ്ങളും ആ കമ്മീഷണർ ഈ ഫയലിൽ ഒതുക്കിയിട്ടുണ്ട്. ഭയങ്കരൻ. എങ്കിൽ അത് ഇപ്പൊ തന്നെ കത്തിച്ചോളണം മാഡം. ഇല്ല, കൂട്ടത്തിൽ ഇവിടുത്തെ പോലീസിലും ഗവൺമെന്റിലും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരുടേതുണ്ടല്ലോ. അവന്മാരെ നിലയ്ക്ക് നിർത്താൻ ഈ ഫയലുകൾ സൂക്ഷിക്കണം. പെടുന്നെങ്കിൽ എല്ലാവരും ഒന്നിച്ച്. എന്തായാലും നമ്മൾ കരുതിയിരിക്കണം. പോലീസ് അരിച്ചു പെറുക്കി അന്വേഷിക്കുന്നുണ്ട്. IG വരെ സ്ഥലത്തെത്തിയിരിക്കുന്നു. ധീരനും തികഞ്ഞ ആദർശശുദ്ധിയുള്ളവനുമായിരുന്നു നിങ്ങളുടെ കമ്മീഷണർ. ശത്രുക്കളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ നമുക്കായില്ല. ഇനി വിലപ്പെട്ട ആ ജീവൻ അപഹരിച്ചവരെയെങ്കിലും രക്ഷപ്പെടാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. ദാറ്റ്സ് ഓൾ ജെന്റിൽമെൻ. ഹലോ, ഇനി നീയും സൂക്ഷിക്കണം. കമ്മീഷണറുടെ സീക്രട്ട് ഫയലുകളെ കുറിച്ച് എനിക്കും ചിലത് അറിയാമായിരുന്നു. ശത്രുക്കളെ ഭയപ്പെടുത്തി തന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് അദ്ദേഹം അത് ഉപയോഗിച്ചു. പലപ്പോഴും നിനക്ക് വേണ്ടി. നിന്നോടെന്തോ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ആ മനുഷ്യനെ നീ തെറ്റിദ്ധരിച്ചു, വല്ലാതെ വേദനിപ്പിച്ചു. സോറി സാർ, കാര്യമറിയാതെ ഞാൻ സാറിനോട് തെറ്റായി പെരുമാറിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം. എന്റെ രക്ഷയോർത്ത് മുമ്പ് പല കാര്യങ്ങളും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല, തടഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും അത് ചെയ്യാൻ എനിക്ക് അനുവാദം തരണം സാർ. ഐ വാണ്ട് യുവർ പെർമിഷൻ ആൻഡ് യുവർ ബ്ലെസ്സിങ്സ്. Come on, go! Search. എവിടാ മാഡം? ഇവിടെ ഇല്ല. പിന്നെ അവിടെ പോയി? എനിക്കറിയില്ല സാർ. മെഷീൻ ഗൺ ഈ ടൈപ്പ് നമ്മുടെ തോന്നില്ല.
എന്നെ രക്ഷിക്കണം സാർ. സാറ് പിടിച്ച പൊന്നും പൊടിയും ഒറ്റി തന്നത് ഞാനാണെന്ന് അവരറിഞ്ഞു. എന്നെ അപായപ്പെടുത്തും സാർ. എനിക്ക് പോലീസ് സംരക്ഷണം വേണം. ഇയാളെ പോലെ നാട് മുടിച്ച കള്ളക്കടത്തുകാർക്ക് ഇനി സർക്കാർ ശമ്പളം പറ്റുന്ന പോലീസുകാരൻ കാവൽ നിൽക്കണം അല്ലേ? അങ്ങനെ പറയരുത് സാർ. കോടിക്കണക്കിന് ഉൾപ്പെടെ സാധനമല്ലേ ഞാൻ കാരണം പിടിച്ചത്. അത് രാജ്യസ്നേഹം കൊണ്ടൊന്നുമല്ലോ. പിടിച്ചാലേറെ താനും പറ്റി കാശാക്കില്ലേ? പിന്നെ എതിരാളിയെ തോപ്പിക്കാൻ താൻ പോലീസിന് ആയുധമാക്കല്ലോ ചെയ്തത്. അതിനും കിട്ടിയില്ലേ സർക്കാരൊക്കെ ലക്ഷങ്ങള് റിവാർഡ്? ആ പണത്തിലും വലുതാണ് സാർ എന്റെ ജീവൻ. കൈ കിട്ടിയാൽ അവരെന്നെ കഷ്ണം കഷ്ണമായി നുറുക്കും. ഗൾഫിൽ നിന്ന് ഷായു എത്തിയിട്ടുണ്ട്. Hussain, I want to see his dead body in the next 24 hours. You understand? Yes, sir. So leave. Why are you standing? Out! ഇരുപത്തിനാല് മണിക്കൂറാണ് ഹുസൈനെ തീർക്കാൻ ഷാ തന്നിരിക്കുന്നത്. അതിനകം നിങ്ങൾ അത് ചെയ്തിരിക്കണം. മാഡം, ഹുസൈന് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ എളുപ്പമായിരുന്നല്ലോ. ഒരു പോലീസ് ഓഫീസറെ തന്നെ ഇതിന് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഇല്ല, എനിക്ക് പറ്റില്ല. ഞാൻ ചെയ്യില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സഹദേവനോടൊപ്പം ചേർന്ന് ഇടുക്കിയിൽ നടത്തുന്ന കഞ്ചാവ് കൃഷിയും ഫോറിൻ ലിക്കർ ബോട്ടിലിംഗും. മാഡം, കൊല്ലപ്പെട്ട നിങ്ങളുടെ കമ്മീഷണർ ശേഖരിച്ച ഇതിനകത്തെ രേഖകളിൽ അതിനു വേണ്ട തെളിവുണ്ട്. അത് വെളിപ്പെടുത്താതിരിക്കണമെങ്കിൽ ഹുസൈനെ നിങ്ങൾ തന്നെ. യെസ് സാർ. ഓക്കെ സാർ. ഒന്ന് വണ്ടി വെക്കും. എന്താ നിർത്താൻ പറഞ്ഞു? എന്നോട് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ നിങ്ങൾക്ക് എസ്കോർട്ട് തരാൻ ദാ ആ പോലീസ് ജീപ്പുണ്ട്. വെടിവെച്ച ആളെ നിങ്ങൾ കണ്ടോ? കണ്ടു. ആരാ? അസിസ്റ്റന്റ് കമ്മീഷണർ മുരുകനാണ് എന്നെ വെടി വെച്ചത്. സാർ, സാറിന്റെ മോളെ ആരാ പുറത്തു കൊണ്ടുപോയത്? പ്രീതി. അവരുടെ കാറിനെ ആരോ ചേസ് ചെയ്യുന്നുണ്ടെന്ന് ബീറ്റ് പോലീസ് വിളിച്ച് അറിയിച്ചാണ്. അലക്സിന്റെ മോള്. കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. കൊന്നാലും എന്റെ മോളെ ഞാൻ തരില്ല. പ്രീതി, എരിച്ചിലുണ്ടല്ലേ? ആ വിസ്കി മുറിവിൽ തട്ടുമ്പോൾ ഉണ്ടാവും. ഇൻഫോർമറായി ഞങ്ങളെ ഒറ്റിക്കൊടുത്തതിന് സർക്കാരിൽ നിന്ന് ലഭിച്ച പണം എവിടെ? എനിക്ക് കിട്ടിയില്ല സാർ.
എരിവ് തീർത്ത് നിന്നെ കത്തിക്കരിച്ചു കൊല്ലണ്ടെങ്കിൽ പറഞ്ഞു. എനിക്ക് കിട്ടിയില്ല സർ. എന്നാൽ നീ ഇവിടെ കിടക്കും. കിട്ടിയ പണം എന്നെ ഏൽപ്പിക്കുന്നതുവരെ ഒരിക്കലും നീ ഇവിടെ രക്ഷപ്പെടില്ല. എന്തിനാണ് നീ ഹുസൈൻ സാഹിബിനെ കൊന്നത്? ഷാ പറഞ്ഞിട്ടാണ്. നിന്റെ ഷാ ഇപ്പൊ എവിടെ ഉണ്ട്?